ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാലമ്പല ദർശനത്തെക്കുറിച്ചുള്ള ഒരു സൂചന തന്നിരുന്നത്. അതായത് നാലമ്പല ദർശനത്തിലെ 5 ജില്ലകളിലെ നാലമ്പലങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ വീഡിയോയിൽ അത് വിശദമായി പരിചയപ്പെടുവാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ വിശദമായി പരിചയപ്പെടാം. ഒപ്പം ആ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങൾ, ചരിത്രം, വഴിപാടുകൾ, വിശേഷ ദിവസങ്ങൾ, എത്തിച്ചേരാനുള്ള വഴി, ഉപദേവതകൾ മുതലായവ കൂടി അറിയാം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഖരദൂഷണ ത്രിശിരസ്സുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പത്നിമാരായ ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ യഥാക്രമം ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ച് വരുന്നു. വാസ്തുശൈലി തെക്കേ ഇന്ത്യൻ കേരളീയ രീതി. തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്തായി ചാവക്കാട് താലൂക്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ ഇന്ന് ആ നദി കനോലി കനാലിൻ്റെ ഭാഗമാണ് കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണ മാസമായ കർക്കടകത്തിൽ ഒരേ ദിവസം 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ വിഗ്രഹം എന്ന് വിശ്വസിച്ച് വരുന്നു. ഗണപതി 2 പ്രതിഷ്ഠകൾ, ദക്ഷിണാമൂർത്തി പരമശിവൻ, ഗോശാലകൃഷ്ണൻ, അമൃതകലശധാരിയായ ശാസ്താവ്, ഹനുമാൻ, വിഷ്ണുമായ എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ. ഐതിഹ്യങ്ങൾ വാമനാവതാര വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തെത്തി. ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ഡലുവിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലേക്ക് പതിച്ചു എന്നാണ് ഐതിഹ്യം. ആ തീർത്ഥജലമാണത്രേ തൃപ്രയാർ ആയത്. തിരുപാദം കഴുകിയത് 6 തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി അത് ശോഷിച്ച് തൃപ്പാതയാറും പിന്നെ അത് തൃപ്രയാറുമായി. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഇരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെ എത്താൻ തീരെ നിവർത്തിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചു വിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറെന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീടത് തൃപ്രയാറായി മാറുകയും ചെയ്തു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് പുറയൻ എന്ന ദ്രാവിഡ ദേവരുമായി ബന്ധപ്പെടുത്തി തിരുപ്പുറയാർ എന്ന സ്ഥലം അറിയപ്പെടുകയും പിന്നീടത് ലോപിച്ച് തൃപ്രയാറാവുകയും ചെയ്തു. ഇനി ഇവിടുത്തെ വഴിപാട്, മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ വെടിവഴിപാടാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിൻ്റെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തിയും കാണിക്കുന്ന ഐതിഹ്യമുണ്ട്. വെടിവഴിപാട് ചെറിയ വെടിയുമുണ്ട്, വലിയ വെടിയും ഉണ്ട്. ഭക്തജനങ്ങൾ വഴിപാട് കഴിക്കേണ്ട ആളുടെ പേരും നക്ഷത്രവും അറിയിച്ച് രസീതി വാങ്ങിക്കുകയാണ് ചെയ്യുക. ധാരാളം ആളുകൾ ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെടിവഴിപാട് നടത്തി വരുന്നു. അതുപോലെ ശബ്ദ തടസ്സം മാറാനും ഇത് ഉത്തമമായി കണക്കാക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്കുഭാഗത്താണ് വെടിവഴിപാട് കൗണ്ടർ. അടുത്ത മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ മീനൂട്ട്. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നുവെന്ന സങ്കല്പത്തിൽ
ക്ഷേത്രത്തിന് മുമ്പിലുള്ള തീവ്ര നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട് വഴിപാട്. തീവ്ര നദിയിൽ ആണ് ഇത് സമർപ്പിക്കുന്നത്. വെടി വഴിപാട് പോലെ തന്നെ ഇതും ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനൂട്ട വഴിപാട് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പാൽപായസം, കളഭാഭിഷേകം, ചന്ദനം ചാർത്തൽ, ചാക്യാർ കൂത്ത്, സുന്ദരകാന്ഡ പാരായണം, ഉദയാസ്തമന പൂജ തുടങ്ങിയ വഴിപാടുകളും ഇവിടെ നടത്തുന്നു. ഈ വഴിപാടുകളെക്കുറിച്ച് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അടുത്തത് ഉപദേവതകൾ. ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി ശിവൻ, ശ്രീകൃഷ്ണൻ, കോശാല ശ്രീകൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹനുമാൻ, വിഷ്ണുമായ സ്വാമി. ഇനി വിശേഷ ദിവസങ്ങൾ: തൃപ്രയാർ ഏകാദശിയും ആറാട്ടുപുഴ പൂരവും. നിത്യപൂജകൾ. ഇവിടെ നിത്യപൂജകൾ പുലർച്ചെ 4:30 മുതൽ ആരംഭിക്കുന്നു. ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയാണ് പ്രധാന നിത്യപൂജകൾ. കൂടാതെ വഴിപാടുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ തൃപ്രയാർ ശ്രീരാമ ടെമ്പിൾ ഓൺലൈൻ സൗകര്യവും ഉണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലെ നിത്യപൂജാക്രമങ്ങൾ നോക്കാം. രാവിലെ 4:30 ക്ഷേത്രനട തുറക്കൽ, നിർമ്മാല്യ ദർശനം. 5 മണിക്ക് ഉഷപൂജ. 6:30 ശിവേലി. 5:15 മുതൽ 6:15 വരെ എതിർത്ത പൂജ. 6:45 മുതൽ 7:15 വരെ പന്തീരടി പൂജ. 10:30 AM മുതൽ 11:30 AM വരെ കളഭാഭിഷേകം. 11:30 AM മുതൽ 11:45 AM വരെ ഉച്ചപൂജ. 12 മണി PM ഉച്ച ശ്രീവേലി. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 നടയടക്കൽ. വൈകിട്ട് 4:30 നട തുറക്കൽ. 6 മണിക്ക് ദീപാരാധന. 6:45 മുതൽ 7:45 വരെ അത്താഴപൂജ. തുടർന്ന് അത്താഴ ശ്രീവേലി. 8 മണിക്ക് ക്ഷേത്രനട അടക്കൽ. ഈ വഴിപാട് ഈ നിത്യപൂജാക്രമങ്ങളെക്കുറിച്ച് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ദർശനത്തിലൊക്കെ സമയം നോക്കി അവിടെ വരാം. അതുപോലെ മറ്റ് വഴിപാടുകളും അവയുടെ നിരക്കും അറിയാൻ ക്ഷേത്രം സൈറ്റിൽ കയറുക. അതിൽ 2026 വഴിപാടുകൾ, അവയുടെ നിരക്കുകൾ എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇനി തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി നോക്കാം. ജില്ലാ ആസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി വഴി ഏകദേശം 24 കിലോമീറ്റർ ദൂരം, അതായത് ഏതാണ്ട് 35 മിനിറ്റ് യാത്ര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ദേശീയപാത 66 വഴി 23 കിലോമീറ്റർ ദൂരം, ഏകദേശം 35 മിനിറ്റ് അകലെ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ദേശീയപാത 66 വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരം, ഏതാണ്ട് 1.25 മണിക്കൂർ അകലെ. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വഴി നിന്നാണ് വരുവാണെങ്കിൽ ദേശീയപാത NH 66 വഴി ഏതാണ്ട് 60 കിലോമീറ്റർ, ഏതാണ്ട് 1.25 മണിക്കൂർ ദൂരം ആണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അതുവഴിയാണ് വരുന്നതെങ്കിൽ ഏതാണ്ട് 78 കിലോമീറ്റർ, ദേശീയപാത NH 66 വഴി. ഇതോടെ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമായ തൃപ്രയാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലെ ഐതിഹ്യം, വഴിപാടുകൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇടുന്നതാണ്. എല്ലാവർക്കും ശുഭാശംസകൾ, ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.